ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം അനുഭവിച്ചു തുടങ്ങിയിട്ട് ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 201 ദിവസം. ശ്രീമന്നാരായണീയത്തിലെ 20 ദശകം ഋഷഭയോഗീശ്വര ചരിതം. അതിൽ 2 ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥങ്ങളെ ശ്രദ്ധിച്ച് വിചാരം ചെയ്ത് വീണ്ടും മനനം എന്ന രീതിയിൽ ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലി തുടർന്ന് ഭാഷാഗാനമായ ശ്രീഹരിയം പാടി നമുക്ക് നാരായണ പാദങ്ങളിൽ ദ്വേധ 2 നിലയ്ക്കും നാരായണ പാദങ്ങളിൽ സമർപ്പിക്കാം. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞസ്വതുല്യം സുതമർധ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്ഥിരോദധാ ബർഹിഷി വിശ്വമൂർത്തേ. നാഭിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇഷ്ടിമധ്യേ യാഗത്തിന് നടുവിൽ ആ യാഗാഗ്നിയിൽ ഹോമാഗ്നിയിൽ സുവർണപുരുഷനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വിശ്വമൂർത്തേ തത്രാ മുനീശ്വരൈ അഭിഷ്ടുതഃ രാജ്ഞാഃ സ്വതുല്യം സുതം അധ്യമാന ത്വം അഹം സ്വയം ജനിഷ്യേ ഇതി ബ്രുവാണ ബർഹിഷി തിരോദധാ. വിശ്വമൂർത്തേ
സർവസ്വരൂപനായിരിക്കുന്ന ഗുരുവായൂരപ്പ. ഭട്ടതിരിപ്പാട് പറയുകയാണ്, തത്ര മുനീശ്വരൈഹി അഭിഷ്ടുതഃ. യാഗമധ്യത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുനിശ്രേഷ്ഠന്മാരാൽ ചുറ്റും നിന്ന് സ്തുതിക്കുന്നവനും അതേപോലെ തന്നെ രാജ്ഞഃ സ്വതുല്യം സുതം അധ്യമാന ത്വം, നാഭിക്ക് അവിടുത്തേക്ക് സമനായ അവിടുത്തേക്ക് തുല്യമായിരിക്കുന്നൊരു പുത്രനെ പ്രാർത്ഥിക്കപ്പെട്ടവനും. അപ്പോൾ നാഭി പ്രാർത്ഥിച്ചു എന്നല്ല പറയണത്, നാഭിയുടെ ഋത്തിക്കുകൾ, ആ യജ്ഞം നടത്തുന്ന ഋഷീശ്വരന്മാര്, അവരാണ്, ആ മുനീശ്വരന്മാരാണ് ഭഗവാനോട് പ്രാർത്ഥിക്കണു. എന്താ അത്? ഭഗവാനെ അവിടുത്തെ പോലെ ഒരു പുത്രൻ വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? അത് ഒരിക്കലും സാധിക്കില്ല. കാരണം എന്നെപ്പോലെ ലോകത്ത് മറ്റൊന്നില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യാം? അങ്ങയുടെ ഈ യജ്ഞത്തിൻ്റെയും അങ്ങയുടെ കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും മുമ്പിൽ ഞാനിതാ ഒരു പുതിയ തീരുമാനമെടുക്കുകയാണ്. അഹം സ്വയം ജനിഷ്യേ, ഞാൻ തന്നെ അവതരിച്ചോളാം, അങ്ങയുടെ പുത്രനായി ഞാൻ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതി ബ്രുവാണഹ ബർഹിഷി തിരോദധ, ആ അഗ്നിയിലേക്ക് തന്നെ, ബർഹിഷി അതിലേക്ക് തന്നെ, തിരോദധ അവിടെ മറയുകയും ചെയ്തു ഭഗവാൻ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഈ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം ഭാഷാഗാനം. അഭിഷ്ടുതസ്തത്ര മുനീശ്വരൈസ്ത്വം രാജ്ഞ സ്വതുല്യം സുതമധ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണസ്തിരോദധ ബർഹിഷി വിശ്വമൂർത്തേ. നാരായണ 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 ഋഷഭമൂർത്തേ. സർവരൂപ യാഗശാലാമധ്യത്തിങ്കൽ നിന്ന് നിന്നെ സർവമുനി ജനതതി സ്തുതിച്ചിടവേ. നാഭി തൻ്റെ പുത്രനായി സ്വയം അവതാരം ചെയ്യും നാരായണൻ വരം നൽകി തീയിൽ മറഞ്ഞു. നാരായണ 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 ഋഷഭമൂർത്തേ. നാരായണ നാരായണ വാതാലയേശ. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.